നമ്മുടെ ഒരു മുഖ്യമന്ത്രി യാതൊരു മനസാക്ഷി കുത്തും കൂടാതെ നിർലജ്ജം ഇതുവരെ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് രാജ്യത്തോട് മാപ്പിരുന്നുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. കഴിഞ്ഞ 19 മാസക്കാലം സർക്കാരിൻ്റെ അറിവോടെ അവരുടെ സ്പോൺസർഷിപ്പിൽ അരങ്ങേറിയ അക്രമങ്ങൾ, അതിക്രമങ്ങൾ, കൂട്ടക്കൊലകൾ, തീവെപ്പുകൾ, സ്ത്രീകളെ അപമാനിച്ചത്, ദേവാലയങ്ങൾ കത്തിച്ചു കളഞ്ഞത്, അതുപോലെ തന്നെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സുരക്ഷിതത്വം അല്ലെങ്കിൽ സുരക്ഷ നൽകാതിരുന്നത്, അതിനെല്ലാം മാപ്പ് ചോദിച്ചുകൊണ്ട് മണിപ്പൂരിലെ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ആർക്ക് വേണം ഈ മാപ്പപേക്ഷ? കഴിഞ്ഞ 19 മാസം ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ എല്ലാ അക്രമ പ്രവർത്തനങ്ങൾക്കും ചൂട്ടുപിടിച്ച് കൊടുത്തതിന് ശേഷം ഒരു സംസ്ഥാനം ഏതാണ്ട് കത്തിത്തീർന്നു, ഇനിയൊന്നും സംഭവിക്കാനും നടക്കാനുമില്ല എന്ന് ബോധ്യമായപ്പോൾ, ഒരുപക്ഷെ അവരുടെ രഹസ്യ അജണ്ടകൾ പൂർത്തിയായി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ, ഇങ്ങനെ ഒരു മാപ്പപേക്ഷയുമായി വന്നാൽ രാജ്യം താങ്കൾക്ക് കാതോർക്കുമെന്ന്, താങ്കൾ പറയുന്നത് വിശ്വസിക്കുമെന്ന്, അതിനെ മുഖവിലേക്കെടുക്കുമെന്ന് മിസ്റ്റർ ബിരേൻ സിംഗ് താങ്കൾ കരുതുന്നുണ്ടോ? നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ ജനാധിപത്യം, അതിൻ്റെ സൽപ്പേര്, അതിൻ്റെ പ്രതിച്ഛായ ഇത്രമേൽ തകർന്നടിഞ്ഞു പോയ ഒരു സംഭവ വികാസം രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. ഒരു പുതുവത്സര പിറവിയിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് മണിപ്പൂരിൻ്റെ ദുഃഖമായിരുന്നു. അതിൻ്റെ ഹൃദയം വാർന്ന് ചോരയൊഴുകിയതായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇതുവരെ മിണ്ടാതിരുന്ന മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ഒരു ചെറുവിരലെങ്കിലും അനക്കി അതിനെ തടയുന്നതിന്, അക്രമ സംഭവങ്ങളെ അല്ലെങ്കിൽ കലാപത്തെ ഒതുക്കുന്നതിന് എന്തെങ്കിലും ഒരു ശ്രമം പോലും നടത്താതിരുന്ന മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ പുതുവത്സര തലേന്ന് ഒരു വിശേഷപ്പെട്ട മാപ്പപേക്ഷയുമായി വന്നിരിക്കുന്നത്. മണിപ്പൂരിലെ ഭൂരിപക്ഷ വിഭാഗമായ മെയ്തികളും ഗിരിവർഗ വിഭാഗത്തിൽപ്പെട്ട കുക്കികളും തമ്മിൽ പൊട്ടിപ്പുറപ്പെട്ട സംഘർഷമാണ് സംസ്ഥാനത്തെ ഈ നിലയിലേക്ക് എത്തിച്ചത്. കുക്കികളെ കാലാകാലങ്ങളായി അനുഭവിച്ചു പോന്നിരുന്ന ചില സാമ്പത്തിക ആനുകൂല്യങ്ങൾ, സംവരണവുമായി ബന്ധപ്പെട്ട ചില സൗകര്യങ്ങൾ, ഇതൊക്കെ ബിരേൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ഏകപക്ഷീയമായിട്ട് നിർത്താൻ ഒരുങ്ങിയപ്പോഴാണ് കുക്കികൾ പ്രക്ഷോഭത്തിന്റെ വഴിയിലേക്ക് കടന്നു വന്നത്. ഇതൊരവസരമായിട്ട് പലരും കണ്ടു. കുക്കികളെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യാൻ പറ്റിയൊരു അവസരം. അതിനെ തുടർന്ന് ആ സംഘർഷം വളർന്നു, അതൊരു വർഗീയ കലാപമായി പരിണമിച്ചു. 2023 മെയ്യിൽ ഈ ഇരു വിഭാഗക്കാർ തമ്മിലുള്ള സംഘർഷം ഉടലെടുക്കുന്നത്. അതിനെ തുടർന്ന് 250 പേർ അവിടെ നടന്ന കലാപങ്ങളിൽ, പോലീസിന്റെ വെടിവെപ്പില്, ഈ രണ്ട് വിഭാഗക്കാർ തമ്മിൽ നടന്ന സംഘട്ടനങ്ങളിൽ മരിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരായി. അവർ വീടും കുടിയും വിട്ട് ഓടി വിദൂര സ്ഥലങ്ങളിലേക്ക് പോകാൻ നിർബന്ധിതമായി. നൂറുകണക്കിന് ക്രിസ്ത്യൻ ദേവാലയങ്ങൾ അഗ്നിക്കിരയാക്കി. സ്വത്തും ജീവനും നഷ്ടപ്പെട്ടു. സ്ത്രീകൾ അപമാനിക്കപ്പെട്ടു. വെടിവെപ്പുകൾ നിത്യ സംഭവമായി. മണിപ്പൂരിന്റെ ഹൃദയം രക്തപങ്കിലമായി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മണിപ്പൂരിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണമെന്ന് മുറവിളികൾ ഉയർന്നിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തീർത്തും നിസ്സംഗഭാവം അവലംബിക്കുകയാണ് ഉണ്ടായത്. കലാപം നടക്കട്ടെ, കുക്കികൾ ഇല്ലാതാവുന്നെങ്കിൽ ഇല്ലാതായിക്കൊള്ളട്ടെ, അത്തരത്തിലൊരു നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. അതിനൊപ്പം നിന്നു കേന്ദ്ര ഗവൺമെന്റും. പാർലമെന്റിൽ ഇത് വലിയ ചർച്ചാ വിഷയമായി. പാർലമെന്റിന് പുറത്ത് മണിപ്പൂരിൽ ഇടപെടണമെന്ന ആവശ്യം അതിശക്തമായിട്ട് ഉയർന്നു. അപ്പോഴൊന്നും കേന്ദ്ര ഗവൺമെന്റ് കണ്ണു തുറന്നില്ല. അവരവരുടെ ഒരു പതിവ് അടവ് നയമാണ് സ്വീകരിച്ചത്. അത് BJP സർക്കാർ എക്കാലത്തും ചെയ്യുന്ന ഒരു കാര്യം. മോദി സർക്കാരിനെതിരായിട്ട്, മോദിക്കെതിരായിട്ട്, BJPക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു വിമർശനം ഉയരുകയാണെങ്കിൽ അതിന് കഴിഞ്ഞകാല സർക്കാരുകളെ കുറ്റപ്പെടുത്തുക. മോദിയെ പറ്റി പറഞ്ഞാൽ ഉടനെ നെഹ്റുവിനെ പറ്റി പറയും, ഇന്ദിരാഗാന്ധിയെ പറ്റി, അടിയന്തരാവസ്ഥയെ പറ്റി പറയും. അതേ അടവാണ് മണിപ്പൂരിന്റെ പ്രശ്നത്തിലും കേന്ദ്ര ഗവൺമെന്റും കേന്ദ്ര BJP നേതൃത്വവും എടുത്തത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ പഴയ സർക്കാരുകളെടുത്ത നയം മൂലമുണ്ടായ വൈകല്യങ്ങൾ അല്ലെങ്കിൽ വീഴ്ചകൾ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഇവിടെ
ഈ സംസ്ഥാനത്ത് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഒരു സംഘടന ഏതാണ്ട് ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടായപ്പോൾ അത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചില്ല. പഴയകാല കോൺഗ്രസ് സർക്കാരുകളെ വിമർശിക്കുക മാത്രമാണ് ചെയ്തത്. പറഞ്ഞല്ലോ, ഇത് BJPയുടെ ഒരു സ്ഥിരം അടവാണ്. മോദിയെയും BJPയെയും വിമർശിച്ചാൽ ഉടനെ മറ്റേ പഴയകാല കോൺഗ്രസ് നേതാക്കളുടെ നേരെ തിരിയുക. ഏറ്റവും അവസാനം എന്താണ് സംഭവിച്ചത്? മൻമോഹൻ സിംഗ് അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിന് ഒരു ഉചിതമായ സ്ഥലം കണ്ടെത്തി കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകാതിരുന്നതിനെ വിമർശിച്ചപ്പോൾ പഴയ കഥകൾ പറയും. 2013 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് മുൻ പ്രധാനമന്ത്രിമാർക്കും പ്രസിഡന്റുമാർക്കും വൈസ് പ്രസിഡന്റുമാർക്കും അവരുടെ ശവസംസ്കാരത്തിന് ഒരു പ്രത്യേക സ്ഥലം തീരുമാനിച്ചുകൊണ്ട് ഉത്തരവിറങ്ങിയതാ. മന്ത്രിസഭ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തതാ. രാഷ്ട്രീയ സ്മൃതി സ്ഥൽ എന്ന പേരിൽ രാജ്ഘട്ടിനടുത്ത് തന്നെ ഏകതാ സ്ഥലത്തിന് തൊട്ട് സമീപത്തായിട്ട് അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തുകയും ചെയ്തു. ഐക്യ ഗുജറാളിനെ അവിടെയാണ് സംസ്കരിച്ചത്. പിന്നീട് അടൽ ബിഹാരി വാജ്പേയി അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിന് അന്ത്യവിശ്രമ സ്ഥാനം ഒരുങ്ങിയതും ഈ രാഷ്ട്രീയ സ്മൃതി സ്ഥലിലായിരുന്നു. പക്ഷേ മൻമോഹൻ സിംഗിന്റെ കാര്യം വന്നപ്പോൾ 2 തവണ പ്രധാനമന്ത്രിയായ ആള് രാജ്യത്തെ സാമ്പത്തികമായ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ച് ഒരു പുതിയ യുഗത്തിലേക്ക് നടത്തിയ പ്രധാനമന്ത്രി അദ്ദേഹം അന്തരിച്ചപ്പോൾ അവിടെ ഒരു സ്ഥലം കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല. അതിനു പകരം പൊതുശ്മശാനമായ നിഗംബോധ് ഘട്ടിലാണ് ആ ശവസംസ്കാരം നടത്തിയത്. അതിന് ധാരാളം ന്യായങ്ങൾ പറഞ്ഞു. ഒരു ട്രസ്റ്റ് രൂപവൽക്കരിച്ച് ആ ട്രസ്റ്റിന് മാത്രമേ രാഷ്ട്രീയ സ്മൃതി സ്ഥലിൽ സ്ഥലം അനുവദിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. അവിടെ സ്മാരകത്തിന് സ്ഥലം തന്നേക്കാം എന്നൊരു വാഗ്ദാനം. പക്ഷേ അടൽ ബിഹാരി വാജ്പേയി മരിച്ചപ്പോൾ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുങ്ങിയത് ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടല്ല. ട്രസ്റ്റൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഈ പ്രപ്പോസ്ഡ് സ്ഥലത്ത് ദേശീയ നേതാക്കളുടെ അന്ത്യവിശ്രമത്തിനായി നീക്കി വച്ചിരിക്കുന്ന രാഷ്ട്രീയ സ്മൃതി സ്ഥലിൽ അദ്ദേഹത്തിന് സ്ഥലം വിട്ടുകൊടുത്തു. അവിടെയാണ് അദ്ദേഹത്തിന്റെ അന്തിമ കർമ്മങ്ങൾ നടത്തിയത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മൻമോഹൻ സിംഗിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ഈ വിവേചനം എന്ന് ചോദിക്കുമ്പോൾ നരസിംഹറാവുവിന്റെ ശവസംസ്കാരം നിങ്ങൾ എന്തുകൊണ്ട് ഡൽഹിയിൽ നടത്തിയില്ല, എന്തുകൊണ്ട് മൻമോഹൻ സിംഗിന് ഭാരതരത്നം കൊടുത്തില്ല, മുതലായ കാര്യങ്ങൾ ഉന്നയിച്ച് ഈ വീഴ്ചയെ, ഈ രാഷ്ട്രീയമായി വളരെ ബോധപൂർവം ചെയ്ത ഈ തെറ്റിനെ ന്യായീകരിക്കുന്ന ഒരു സ്ഥിതിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാരിന്റെയും BJPയുടെയും ഭാഗത്ത് നിന്ന് കണ്ടത്. അതുതന്നെയായിരുന്നു മണിപ്പൂരിന്റെ കാര്യത്തിൽ. അവിടെ ഉടൻ ഇടപെടേണ്ട ഒരു സാഹചര്യമുണ്ട് അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ പ്രശ്നം അതീവ ഗുരുതരമാണെന്ന് പറയുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞ സർക്കാരിന്റെ നയവൈകല്യത്തിന്റെ അതിന്റെ വീഴ്ചകളുടെ ഫലമാണെന്ന് പറഞ്ഞ് പീലാത്തോസിനെ പോലെ കൈ കഴുകിയിരിക്കുകയാണ് മോദിയും BJP സർക്കാരും ചെയ്തത്. ഇപ്പോൾ എല്ലാ നാണവും വെടിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ബിരേൻ സിംഗ് മാപ്പ് ചോദിക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു. പലർക്കും വീട് വിട്ടു പോകേണ്ടി വന്നു. അരുതാത്തത് പലതും സംഭവിച്ചു. ഞാനതിന് മാപ്പ് ചോദിക്കുകയാണ്. പഴയതൊക്കെ മറന്നും പുറത്തും നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. അതിന് സഹായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ആലോചിച്ച് നോക്കണം, കഴിഞ്ഞ 19 മാസക്കാലം അവിടെ എന്താണ് നടന്നത്? അവിടെ ബന്ധുക്കളെയും സ്വന്തക്കാരെയും നഷ്ടപ്പെട്ട ആളുകൾക്ക് അവരെ തിരിച്ചു കിട്ടുമോ? അതേസമയം അന്ന് കൃത്യമായ നടപടി എടുത്തിരുന്നെങ്കിൽ, യുക്തമായ പ്രതിരോധം തീർത്തിരുന്നുവെങ്കിൽ ഈ കൊലപാതകങ്ങൾ ഒഴിവാക്കാമായിരുന്നു. പക്ഷെ എന്താണ് അവിടെ ഉണ്ടായത്? നിർബാധം കൂട്ടക്കൊല നടക്കുകയായിരുന്നു, വെടിവെപ്പ് നടക്കുകയായിരുന്നു. ദേവാലയങ്ങൾ കത്തിച്ചു. ആ ദേവാലയങ്ങൾ നമുക്ക് വീട്ടു പുതുക്കി പണിയാം, വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് കൊടുക്കാം, അവരെ തിരിച്ചു കൊണ്ടുവരാം. ഇതൊക്കെ സാധിക്കും. പക്ഷെ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ബന്ധുക്കളോട് ചീഫ് മിനിസ്റ്റർ ബിരേൻ സിംഗ് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അവരെ താങ്കൾക്ക് എങ്ങനെ ആശ്വസിപ്പിക്കാൻ സാധിക്കും? താങ്കളുടെ ഈ അർത്ഥമില്ലാത്ത ഈ മാപ്പപേക്ഷ കൊണ്ട് അവർക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാവുക? ഇപ്പോഴീ മാപ്പ് പറയുന്ന മുഖ്യമന്ത്രി ബിരേൻ സിംഗ് അന്നൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ, പിടിവാശി ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ, കേന്ദ്രത്തിലെ BJP സർക്കാർ ബിരേൻ സിംഗിനോട് കലാപം ഒതുക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കാമായിരുന്നു. ലോകദൃഷ്ടിയിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ട അവസ്ഥയും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോഴൊക്കെ ഗവൺമെന്റ് ഈ അതിക്രമങ്ങളെ
നിശബ്ദമായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ ഈ മാപ്പപേക്ഷ അത് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു അടവ് എന്നതിനപ്പുറത്ത് ഇതിൽ ആത്മാർത്ഥതയുണ്ടെന്ന് കരുതാൻ യാതൊരു നിർവാഹവുമില്ല. ഇവിടെ ഇപ്പോൾ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി സ്നേഹ സന്ദേശ യാത്രകൾ നടത്തുകയാണ്. മെത്രാന്മാരുടെ ക്ഷണം സ്വീകരിച്ച് മണിപ്പൂരിനെ പറ്റി ഒന്നും ചോദിക്കരുതേ എന്ന ഒരു ധാരണയിൽ ക്രിസ്മസ് ആഘോഷങ്ങളിലും അതുപോലെ ഈസ്റ്റർ ചടങ്ങുകളും ഒക്കെ പങ്കെടുക്കുന്നു. എന്നിട്ട് യേശുദേവന്റെ ദർശനങ്ങളുടെ മാഹാത്മ്യത്തെ വർണ്ണിക്കുന്നു. പക്ഷെ ആ സമയത്തും മണിപ്പൂരിൽ ഈ അതിക്രമങ്ങൾ അരങ്ങേറുകയായിരുന്നു എന്നതാണ് വസ്തുത. എന്നിട്ടിപ്പോൾ ആത്മാർത്ഥതയില്ലാത്ത ഒരു മാപ്പപേക്ഷയുമായിട്ട് ബിരേൻ സിംഗ് രംഗത്ത് വന്നിരിക്കുന്നു. അത് നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോഴാ വെറും രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടാ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടു. അതുപോലെ തന്നെ മണിപ്പൂരിന്റെ തൊട്ട അയൽ സംസ്ഥാനങ്ങളിൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം BJPക്കും കേന്ദ്ര BJP സർക്കാരിനുമെതിരായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അന്തർദേശീയ തലത്തിൽ രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്ക് നഷ്ടം സംഭവിക്കുന്നു. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ബിരേൻ സിംഗ് ഒരു രാഷ്ട്രീയ അടവ് എന്ന നിലയിൽ ഈ മാപ്പപേക്ഷ ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിൽ, മണിപ്പൂരിലെ ജനതയ്ക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത്. ക്രമസമാധാന പാലനം, അതുപോലെ തന്നെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, ഇതൊക്കെ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും അടിയന്തരമായ, ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളാണ്. അതുപോലും നിർവഹിക്കുന്നതിൽ ബിരേൻ സിംഗ് സർക്കാർ ദയനീയമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ആ സർക്കാരിൻ്റെ വീഴ്ചകളുടെ, ഭരണ പരാജയത്തിൻ്റെ സമ്മതിക്കലായിട്ടാണ് ഈ മാപ്പപേക്ഷ വാസ്തവത്തിൽ മാറിയിരിക്കുന്നത്. കുറ്റങ്ങളുടെ ഏറ്റുപറച്ചിലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇത്രയൊക്കെ ആയിട്ടും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ മണിപ്പൂര് സന്ദർശിക്കുന്നതിനോ അവിടെ എന്താണ് നടക്കുന്നതെന്ന് നേരിട്ട് മനസ്സിലാക്കുന്നതിനോ ആ കലാപത്തിന് ഇരയായവരെ ആശ്വസിപ്പിക്കുന്നതിനോ തയ്യാറായിട്ടില്ല. അദ്ദേഹം ലോകമേ തറവാട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതും ഉൾക്കൊള്ളുന്നതുമാണ് ഭാരതീയ സംസ്കാരത്തിന്റെ സത്ത എന്ന് ലോകത്തെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് ലോകമെമ്പാടും രാജ്യത്തുടനീളം സഞ്ചരിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, ആളുകളെ കാണുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഇതുവരെ മണിപ്പൂരിലേക്ക് പോകുന്നതിനോ അവിടുത്തെ പ്രശ്നങ്ങളിലൊന്നും ഇടപെടുന്നതിനോ, പ്രധാനമന്ത്രിക്ക് ഇടപെടാമല്ലോ, പ്രധാനമന്ത്രിക്ക് കർശനമായ നിർദ്ദേശം മുഖ്യമന്ത്രിക്ക് നൽകാൻ പറ്റുമല്ലോ, കലാപത്തെ അടിച്ചമർത്തണം, ഈ രീതിയിലല്ല ഭരണം നടത്തേണ്ടത് എന്ന് സ്വന്തം പാർട്ടിയിലെ മുഖ്യമന്ത്രിയോട് പറയാമല്ലോ. പക്ഷെ ഇതൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. മിസ്റ്റർ ബിരേൻ സിംഗ്, ഇപ്പോൾ കാലം തെറ്റിയുള്ള ഒരു മാപ്പപേക്ഷയുമായിട്ട് താങ്കൾ വന്നിരിക്കുക. ഇതിനെപ്പറ്റി പറയുന്നത് ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന, വൈകി കിട്ടുന്ന നീതി നിഷേധത്തിന് തുല്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്. അതൊരിക്കലും ചെയ്യാതിരിക്കുന്നതിന് തുല്യമാണ്. അത് ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ അപരാധമാണ്. അതുകൊണ്ട് തന്നെ താങ്കളുടെ ഈ മാപ്പപേക്ഷ ഞങ്ങൾക്ക് എങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും? അത് ആത്മാർത്ഥതയോടുകൂടിയുള്ളതാണെന്ന് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും?